ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനാവശ്യമായി കോർപ്പറേഷനെ വലിച്ചിറക്കുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ജില്ലാ ആശുപത്രിയിലേക്കുള്ള ജലവിതരണ പൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്ക് പറയാനുള്ളത്, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളാണ് നടത്തി വരുന്നത്. ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി. ഈ ആശുപത്രിയിലേക്കുള്ള എല്ലാ പ്രവർത്തനത്തിനും എല്ലാ സഹായ സഹകരണവും എല്ലാ കാലത്തും ചെയ്യാൻ നമ്മൾ കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധരാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ LDF ഭരണസമിതിയുടെ സമയത്ത് ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാതെ മതിയായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയാണ് അവിടെ കെട്ടിടം പണിതിട്ടുള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കെട്ടിടം സ്ഥാപിക്കുമ്പോൾ അതിന് വേണ്ടുന്ന, പ്രത്യേകിച്ച് ആശുപത്രിയിലേക്ക് അത് സ്ഥാപിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം, അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കേണ്ടതും അതാത് സ്ഥാപനങ്ങളാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആശുപത്രിയുടെ കെട്ടിടം പണിയുമ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് കൂടി അവരുടെ ഡിസൈനും പ്ലാനിലും ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ അതിന് എതിരെയാണ് ഇപ്പം നമ്മുടെ കോർപ്പറേഷനെ പഴിചാരുന്ന തലത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്, കണ്ണൂർ മുനിസിപ്പാലിറ്റി ആയിരിക്കെയാണ് നമ്മുടെ സംഗീത വാട്ടർ ടാങ്കിൻ്റെ അവിടെ, സംഗീത ഇപ്പം നമ്മൾ അവിടെ ഒരു തിയേറ്ററാണ്, അതെല്ലാവർക്കും അറിയാം. അവിടെ സംഗീത തിയേറ്റർ പ്രവർത്തിച്ച സ്ഥലമാണ്. അത് ലീസിന് കൊടുത്ത കോർപ്പറേഷൻ്റെ സ്ഥലമായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ഉണ്ട് എന്നറിഞ്ഞതിൻ്റെയും അവിടെ ആ ഭാഗത്തുള്ള പള്ളിയാമൂല വരെയുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അന്നത്തെ ഭരണസമിതിയുടെ ആളുകൾ, അന്ന് ആ ഭരണസമിതിയിൽ ഞാനും ഉണ്ടായിരുന്നു, ആ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ട അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടാക്കീസിൻ്റെ പ്രവർത്തനം ഒഴിവാക്കിക്കൊണ്ട് ലീസിന് കൊടുത്ത സ്ഥലം നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ ആ സ്ഥലത്ത് വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും നമ്മുടെ ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഏർപ്പാടാക്കി ചെയ്തിട്ടുള്ളത്. അത് എന്താ വെച്ചാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതുകൊണ്ടാണ്. അത് ആ സ്ഥാപനം അത് അന്ന് ഉണ്ടാക്കിയത് കോർപ്പറേഷൻ്റെ അവിടെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ജില്ലാ ആശുപത്രി എന്ന് പറയുന്ന സ്ഥലം 24 മണിക്കൂറും വെള്ളം ലഭിക്കേണ്ട ഒരു ആശുപത്രിയാണ്, ഒരു സ്ഥാപനം. ജില്ലാ ആശുപത്രി 24 മണിക്കൂറും വെള്ളം വേണമല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കോർപ്പറേഷനെ പഴിചാരുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവാത്തത്. കോർപ്പറേഷൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്ഥലത്ത് നമ്മൾ സ്ഥാപിച്ച ടാങ്കർ, ആ അതിൽ നിന്ന് പൈപ്പ് ലൈൻ എടുക്കണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. മാത്രവുമല്ല, അവിടുത്തെ ജനങ്ങൾക്കിപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ലഭ്യത ഇല്ലാത്ത സാഹചര്യമാണ്. ദിവസങ്ങളോളം ആഴ്ചകളോളം അവിടെ കുടിവെള്ളം ലഭിക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ആളുകൾ സമരം ഉൾപ്പെടെ, അവിടെ വാട്ടർ അതോറിറ്റി ആ ടാങ്കിൻ്റെ മുന്നിൽ സമരം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഭരണ ശേഷി പോലും ആ ടാങ്കിനില്ല. ആ നിലനിൽക്കെ, ഈ പ്രസ്തുത സാഹചര്യം നിലനിൽക്കെയാണ് അവർ പറയുന്നത് അവിടെ നിന്ന് കണക്ഷൻ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് അവർ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം. അവിടത്തേക്ക് ആ ജില്ലാ ആശുപത്രിയിലേക്ക് വേണ്ട വാട്ടർ ടാങ്ക് അവിടെ തന്നെയാണ് പണിയേണ്ടത്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണോ, ഇവിടെ 1 കിലോമീറ്ററും 2 കിലോമീറ്ററിലധികം സ്ഥലത്താണ് ഈ പൈപ്പ് ലൈൻ വലിച്ചാൽ മാത്രമേ അവിടേക്ക് പോകുള്ളൂ. ഇതിൽ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള സ്ഥലം. അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടോൺമെന്റിന്റെ സ്ഥലത്തിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം. കണ്ടോൺമെന്റിന്റെ അനുമതി ലഭിക്കാത്ത സ്ഥലത്ത് ഈ കോർപ്പറേഷന്റെ സ്ഥലത്തേക്കൂടെ അനുമതി ലഭിക്കണം എന്ന് പറയുന്നതും അതിന് നമ്മൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോർപ്പറേഷനെ പഴിചാരുന്നതിന്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലുള്ള പല സ്ഥലങ്ങളിലും അമൃത്
പദ്ധതിയുടെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റിക്ക് റോഡ് വെട്ടിപ്പൊളിച്ച് അത് റിസ്റ്റോറേഷൻ ചെയ്യാത്തതിന്റെ പ്രയാസവും ദുരിതവും കോർപ്പറേഷനിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 1 വർഷം 2 വർഷത്തോളം നീണ്ടു നിന്നു ഈ പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ട്. വാട്ടർ അതോറിറ്റി ആണെങ്കിൽ ഈ റെസ്റ്റോറേഷൻ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പൊ സ്കൂൾ തുറക്കുകയാണ്. പല ഭാഗങ്ങളിലും അതിന്റെ പ്രശ്നങ്ങൾ വഴിചാരി കേൾക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ ഭരണാധികാരികളാണ്. 70 കോടി രൂപയോളം മൊത്തത്തിൽ നമ്മൾ പറയുന്ന അമൃത് പദ്ധതിയിലെ അമൃത് 1 പദ്ധതിയുടെ ഭാഗമായി 144 കോടി രൂപയാണ് നമ്മൾ കോർപ്പറേഷൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ അതോറിറ്റിക്ക്. അമൃത് 2ന്റെ ഭാഗമായിട്ട് 92 കോടി രൂപയുടെ വർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്. 95 കോടി 96 കോടി രൂപയുടെ പദ്ധതിയാണെങ്കിലും 92 കോടി രൂപയുടെ വർക്ക് അവാർഡ് ചെയ്തിട്ട് റെസ്റ്റോറേഷൻ ഉൾപ്പെടെയുള്ള വർക്കിന്റെ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ട് ഇതുവരെ ആ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കൊടുക്കാൻ തീരുമാനമായാൽ പോലും ഈ വാട്ടർ അതോറിറ്റി മെക്കാഡം ടാറിംഗ് ഉൾപ്പെടെ അതിന്റെ ലയബിലിറ്റി പീരീഡ് കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ ആ റോഡ് വെട്ടിപ്പൊളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു മതി. മഴ വരാൻ പോവുകയാണ്, മഴക്കാലാണ്. ആ കുഴിയിൽ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴി കേൾക്കേണ്ടത് നമ്മളാണ്. അതുമാത്രമല്ല, കണ്ടോൺമെന്റിന്റെ അനുമതി കിട്ടിയിട്ടില്ല. ഈ വെട്ടിപ്പൊളിച്ചത് പകുതിയിൽ അത് നിർത്തിവെക്കേണ്ട സാഹചര്യം വരും. അപ്പോ ഇത് വെറുതെ എന്തിനാണ് അവരവര് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ അവർക്ക് ഫയർ എൻഒസി പോലും കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അല്ലെ? എല്ലാവരും അത് പണി പൂർത്തിയാകാത്ത കെട്ടിടം തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ വളരെ ആർഭാടപൂർവ്വം അവർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു അവിടെ കുടിവെള്ളം വേണമെന്നുള്ളത്. അവിടെ എൻഒസി ഫയർ എൻഒസി അവർക്ക് ആവശ്യമായിട്ടുള്ള എൻഒസി അവർക്ക് ലഭിച്ചിട്ടാണോ അവരെ ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്? കോർപ്പറേഷന്റെ തലത്തിലുള്ള വെള്ളത്തിന്റെ ടാങ്ക് കണ്ടിട്ടാണോ അവിടെ അവർ കെട്ടിടം പണിതിട്ടുള്ളത്? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ജനങ്ങൾക്ക് ഇവിടെ ആ പ്രദേശത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. ആ പ്രദേശത്തെ ജനങ്ങൾ സമരവുമായിട്ട് വരും. അവിടെ പൈപ്പ് അവിടെ കൊണ്ടിട്ടപ്പോ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് വേറെ എവിടത്തേക്കോ വെള്ളം കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രദേശ നിവാസികൾ കോർപ്പറേഷനിലേക്ക് കടന്നു വരികയുണ്ടായി. ഞങ്ങള് അവർക്ക് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളം ഇവിടുത്തെ ആളുകൾക്കുള്ളതാണ്, ഈ ടാങ്കിലെ വെള്ളം അത് വേറെ എവിടത്തേക്ക് കൊണ്ടുപോകില്ല എന്ന് നമ്മൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം അതിന്റെ കപ്പാസിറ്റി ഇല്ലാത്തിടത്തോളം കാലം അവിടെ നിന്ന് ജില്ലാ ആശുപത്രി 24 മണിക്കൂർ വെള്ളം ആവശ്യമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോയാൽ ഈ ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം ഇനിയും രൂക്ഷമാകും. ഇപ്പോൾ തന്നെ വെള്ളം കിട്ടുന്നത് ഒരാഴ്ചയിൽ 1 ദിവസം മാസങ്ങളോളം നീണ്ടു നിന്നിട്ടാണ് വെള്ളം ലഭിക്കുന്നത്. ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്.